ഓരോ കാലവർഷത്തിലും അതീവ ജാഗ്രതയോടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. എന്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കഥ? മുല്ലപ്പെരിയാർ അണക്കെട്ടിന് പ്രായം 138. 1.5 നൂറ്റാണ്ടിനോടടുക്കുന്നു ഈ അണക്കെട്ട് ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. 1887 നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയത്. 1895 പൂർത്തിയായി. അന്ന് കേരള സംസ്ഥാനം രൂപീകൃതമായിരുന്നില്ല. തിരുവിതാംകൂർ രാജ്യത്തിൽ ഉൾപ്പെട്ട പെരിയാർ നദിയിലാണ് അണക്കെട്ട് നിർമ്മിച്ചത്. തമിഴ്നാട് അതിർത്തിയിലെ ശിവഗിരി മലകളിൽ നിന്നും ആവിർഭവിക്കുന്ന വിവിധ നദികൾ ചേർന്നുണ്ടാകുന്ന മുല്ലയാറാണ് പെരിയാർ എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂറിലെ ഏറ്റവും നീളം കൂടിയ നദിയായതിനാലാണ് മുല്ലയാറിന് പെരിയാർ എന്ന പേര് ലഭിച്ചത്. അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് വിശാഖം തിരുനാൾ രാമവർമ്മയായിരുന്നു. അണക്കെട്ട് നിർമ്മാണത്തിന് തമിഴ്നാടുമായി കരാറിലേർപ്പെടാൻ അദ്ദേഹം വിസമ്മതിച്ചു എങ്കിലും ബ്രിട്ടീഷുകാരുടെ നിർബന്ധത്തിന് അദ്ദേഹത്തിന് വഴങ്ങേണ്ടതായി വന്നു. എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് ഈ കരാർ ഞാൻ ഒപ്പുവെക്കുന്നത് എന്നാണ് രാമവർമ്മ സങ്കടത്തോടെ അന്ന് പറഞ്ഞത്. അങ്ങനെ 1887 അണക്കെട്ടിന്റെ ശിലാസ്ഥാപനം നടന്നു. ജോൺ പെനിക്യുക്ക് എന്ന ഇംഗ്ലീഷുകാരനായ എഞ്ചിനീയറാണ് അണക്കെട്ടിനുള്ള പദ്ധതി തയ്യാറാക്കിയതും നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയതും. ആദ്യ ശ്രമത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു എങ്കിലും പിന്നീട് വിജയിച്ചു. അങ്ങനെ 81,30,000 രൂപ ചെലവിൽ 1895 അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയായി. തമിഴ്നാട്ടിലെ മധുര, രാമനാഥപുരം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ജലസേചനം ഒരുക്കുന്നതിനു വേണ്ടിയായിരുന്നു ഇതിന്റെ നിർമ്മാണം. അന്നത്തെ കരാറിന്റെ കാലാവധിയാകട്ടെ 999 വർഷം. അണക്കെട്ടിനേക്കാൾ ആയുസ്സുണ്ട് കരാറിന്. പിന്നീട് പല കാലങ്ങളിൽ ഈ കരാർ റദ്ദു ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളുണ്ടായി. സ്വാതന്ത്ര്യാനന്തര കാലയളവിലും ശ്രമങ്ങൾ തുടർന്നു. ഒന്നും ഫലപ്രദമല്ലായിരുന്നു. ബ്രിട്ടീഷ് ആർമിയിലെ നിർമ്മാണ വൈദഗ്ധ്യം നേടിയവരും തൊഴിലാളികളും ചേർന്നാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചത്. ഏകദേശം 5000-ഓളം പേർ ഈ നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളായിരുന്നു അത്രേ. അതിൽ 442 പേരാണ് ഇതിന്റെ നിർമ്മാണ കാലയളവിൽ മരണമടഞ്ഞത്. കരിങ്കല്ല്, സുർക്കി, ചുണ്ണാമ്പ് എന്നിവ ഉപയോഗിച്ചാണ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചത്. 442 പേരാണ് ഇതിന്റെ നിർമ്മാണ കാലയളവിൽ മരണമടഞ്ഞതും. മധ്യകേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ ഈ അണക്കെട്ടിന്റെ കയ്യിലാണ്. ഓരോ കാലവർഷത്തിലും ഏവരും ഭയത്തിന്റെ നിഴലിലാണ്. തമിഴ്നാടിന് പക്ഷേ ഇതല്ല പ്രശ്നം. മുല്ലപ്പെരിയാറിലെ ജലമാണ് തമിഴ്നാടിന്റെ നല്ലൊരു പ്രദേശത്തെയും വരൾച്ചയിൽ നിന്ന് തടയുന്നത്. ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്ത അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്.